നെക്സ്റ്റ് നമുക്ക് ചെലേറ്റിംഗ് ലിഗാൻഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ചെലേറ്റിംഗ് ലിഗാൻഡ് എന്താ പറയുന്നത് വെച്ചാൽ റിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ലിഗാൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? റിങ് ആയിട്ടുള്ള കോംപ്ലക്സിനെ ഫോം ചെയ്യുന്ന ലിഗാൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ചെലേറ്റിംഗ് ലിഗാൻസ് വിളിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ വരുന്നത് ഈതെയ്ൻ 1,2-ഡൈഅമൈൻ 1,2-ഡൈഅമൈൻ ആണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ ഓക്സലേറ്റ് അയോൺ. ഇനി ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്താ നോക്കിയാൽ ligands containing more than one donor atom. ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന ലിഗാൻസ് നമ്മൾ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഒന്നാണെങ്കിൽ അതിനെ മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ NO2-, അതുപോലെ CNO-, ഇതൊക്കെയാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ, ക്ലോറോഫിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹീമോഗ്ലോബിൻ അതുപോലെ ക്ലോറോഫിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിലൊക്കെയുള്ള കുറച്ച് നാച്ചുറൽ കോംപ്ലക്സസ് ആണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്തുണ്ട്? അയൺ ഉണ്ട്. അതുപോലെ ക്ലോറോഫിൽ എന്തുണ്ട്? മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം Mg2+ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, structural isomerism exhibited by coordination compound. Structural isomerism exhibited by coordination compound. കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമെറിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആണ് എന്ത്? അയണൈസേഷൻ ഐസോമെറിസം. ഇതെന്താണ് കാരണം? എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് കാരണമാണ് എന്തുണ്ടാവുന്നത്? അയണൈസേഷൻ ഐസോമെറിസം ഉണ്ടാകുന്നത്. എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തോട്ടും പുറത്തോട്ടും ഉണ്ടാകുന്ന എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ അയണൈസേഷൻ ഐസോമെറിസം എന്ന് വിളിക്കുക. ഔട്ട്സൈഡ് ഓഫ് കോർഡിനേഷൻ സ്ഫിയർ. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് CONH3 5 times SO4 Br എന്നുള്ളത്. ഈ Br എന്ത് ചെയ്യും? ഉള്ളിലോട്ട് വരും. അപ്പോൾ ഇതാണ് എന്ത്? അയണൈസേഷൻ ഐസോമെറിസം. SO4 പുറത്തോട്ടും പോകും. അപ്പോൾ CONH3 5 times Br SO4 എന്ന് വരും. ഇനിയിപ്പോൾ ലിങ്കേജ് ഐസോമെറിസം എന്തായിരിക്കും? ആ പേര് തന്നെ ഉണ്ട്. രണ്ടാമത്തേതാണ് ലിങ്കേജ് ഐസോമെറിസം. Isomerism arises in a coordination compound containing amphidentate ligand which are bound to the central metal atom. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. CONH3 6 ONO
Cl2 Cl2 ആൻഡ് അതുപോലെ CONH3 6 times CO 5 times CNH3 5 times NO2 Cl2. അപ്പോൾ ഇവിടെ ഈ ലിങ്കിങ് ഇവിടെ ON ആണ്, ഇവിടെ NI മാറി. അതൊറ്റ കോമ്പൗണ്ടാണ്, രണ്ട് രീതിയിൽ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഈ ലിങ്കേജ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് വിളിക്കുക? ലിങ്കേജ് ഐസോമെറിസം എന്ന് വിളിക്കുക. അപ്പോൾ ഇനി മൂന്നാമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ കോർഡിനേഷൻ ഐസോമെറിസം എന്താണ്? ലിഗാൻഡ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? കോർഡിനേഷൻ ഐസോമെറിസം എന്ന് വിളിക്കുക. ലിഗാൻഡ്സ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? കോർഡിനേഷൻ ഐസോമെറിസം. രണ്ട് കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ട്, CONH3 6 അതുപോലെ CrCN6 എന്ത് ചെയ്യും? പരസ്പരം ലിഗാൻഡ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാന്നല്ല പറഞ്ഞതല്ലേ, ഇൻ്റർചേഞ്ച് ഓഫ് ലിഗാൻഡ്. അപ്പം എന്ത് വരും? COCN6 അതുപോലെ CrNH3 6. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ലിഗാൻഡ് ഇങ്ങോട്ടും പോയി, ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ടും വന്നു, ഇൻ്റർചേഞ്ച് നടന്നു. ഇൻ്റർചേഞ്ച് ഓഫ് ലിഗാൻഡ്സ് ആണ് എന്ത്? കോർഡിനേഷൻ ഐസോമെറിസത്തിൽ വരുന്നത്. ഇനി എന്താണ് സോൾവെൻറ്റ് ഐസോമെറിസം? നാലാമത്തത് സോൾവെൻറ്റ് ഐസോമെറിസം എന്താണ്? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് എക്സാമ്പിൾ തരാം. CrH2O 6 Cl3, അതുപോലെ CrH2O 5 Cl2 H2O. അതായത് സോൾവൈറ്റ് ഐസോമെറിസം arises due to difference in number of solvent molecule bounded to the metal ion as ligand. അതായത് ഈ മെറ്റൽ അയനോട് ലിങ്ക് ചെയ്തിട്ടുള്ള ലിഗാൻഡാണ് എന്ത്? H2O5 അതുപോലെ Cl എന്ന് പറയുന്നതൊക്കെ എന്താണ്? ലിഗാൻഡാണ്. അപ്പോൾ ലിഗാൻഡിൻ്റെ എണ്ണത്തിൽ വരുന്ന ചേഞ്ച്, അതിനാണ് നമ്മളൊന്ന് വിളിക്കുക സോൾവൈറ്റ് ഐസോമെറിസം വിളിക്കുക. അത് കാരണം ഉണ്ടാകുന്ന ഐസോമെറിസം. ഇപ്പോൾ ഇവിടെ H2O5 ആണ്, ഇവിടെ നോക്കുക, ഇവിടെ H2O6 ആണ്, Cl3 ആണ്. അടുത്തതിലേക്ക് വന്നപ്പോൾ എന്തായി? സോൾവൈറ്റ് ഐസോമെറിസം നടന്നപ്പോൾ എന്തായി? H2O5 ആയി, ഒരു Cl ഉള്ളിലോട്ട് വന്നു, ഈ ഇവിടുന്ന് പോയ ഒരു H2O പുറത്തോട്ട് നിന്ന് Cl2 H2O ആയി. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സോൾവൈറ്റ് ഐസോമെറിസം എന്ന് വിളിക്കുക.